നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 88.39% വിജയം. ഏറ്റവും കൂടുതൽ വിജയം വിജയവാഡയിൽ 99.60%. രണ്ടാമത് തിരുവനന്തപുരം 99.32%. പോക്സോ കേസിൽ അക്യുപങ്ചർ ചികിത്സകൻ അറസ്റ്റിൽ. പുത്തൻവേലിക്കര ചാലാക്ക കോന്നം വീട്ടിൽ സുധീർ ഷാമൻസിനെയാണ് പോക്സോ കേസിൽ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വെള്ളാങ്കല്ലൂർ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. CBSE +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 88.39% വിജയം. കൂടുതൽ വിജയശതമാനം വിജയവാഡ മേഖലയിലാണ്, 99.60%. രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം മേഖലയാണ്, 99.32%. കഴിഞ്ഞ തവണ തിരുവനന്തപുരം മേഖലയ്ക്കായിരുന്നു കൂടുതൽ വിജയശതമാനം. 16,92,794 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 14,96,307 വിദ്യാർത്ഥികൾ വിജയിച്ചു. 91.64% പെൺകുട്ടികളും 85.70% ആൺകുട്ടികളും വിജയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം 0.41% വർദ്ധിച്ചു. പോക്സോ കേസിൽ അക്യുപങ്ചർ ചികിത്സകൻ അറസ്റ്റിൽ. ഡ്രീംസ് വെൽനസ് ക്ലിനിക്, ഡ്രീംസ് വുമൺസ് വേൾഡ്, ഡ്രീംസ് അക്യുപങ്ചർ ക്ലിനിക് എന്നിവയുടെ ഉടമയായ പുത്തൻവേലിക്കര ചാലാക്ക സ്വദേശി കോന്നം വീട്ടിൽ സുധീർ ഷാമൻസിനെയാണ് പോക്സോ കേസിൽ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സ്ഥാപനത്തിൽ അക്യുപങ്ചർ ചികിത്സയ്ക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2022 ഏപ്രിൽ മാസം മുതലും പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം 2025 മാർച്ച് 25 വരെയും പല തവണകളിൽ പ്രതിയുടെ സ്ഥാപനങ്ങളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിനാണ് സുധീർ ഷാമൻസിലിനെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ DSP രാജു VK, മതിലകം ഇൻസ്പെക്ടർ ഷാജി, കൊടുങ്ങല്ലൂർ SI സാലിം K, പ്രൊബേഷണൽ SI വൈഷ്ണവ്, ASI സെബി, GSC CPO ഷമീർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വെള്ളാങ്കല്ലൂർ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ദുരിതം അനുഭവിക്കുന്ന കാർഷിക ജനതയ്ക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റായി കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുക. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ കാർഷികർക്കെതിരായ ബില്ല് പാസാക്കി നമ്മൾ ഈ സമരം നടത്തുമ്പോൾ പോലും ഡൽഹിയിൽ കർഷകരുടെ സമരം നടക്കുകയാണ്. ആ കർഷകരുടെ സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കർഷകർക്ക് കൊടുക്കേണ്ട ഫണ്ട് ന്യായമായി കൊടുക്കേണ്ട ലോകബാങ്കിന്റെ സഹായം ഉൾപ്പെടെ, അതാണ് നേരത്തെ പറഞ്ഞത് 139 കോടി രൂപയുടെ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേൾഡ് ബാങ്ക് കൊടുക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് വകമാറ്റിയത്. ആ ഫണ്ട് വകമാറ്റി നിങ്ങൾക്ക് ദൂരത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറി. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചാക്കാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, വെള്ളാങ്കല്ലൂർ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമേശ് മാടത്തിങ്കൽ, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശശികുമാർ, വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുസമ്മിൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൾ കണ്ണത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധ സമരത്തിന് കമാൽ കടമ്പാട്ട്, MP സോണി, ജോപ്പി മംഗടിയാൻ, ധർമ്മജൻ വില്ലത്ത്, നാസർ, സജീവൻ PV, ജോർജ് മഞ്ഞളി ആച്ചാണ്ടി, സലീം, പോളി മേനാച്ചേരി, VG സുമേഷ് കുമാർ, അനൂപ് ആനപ്പാറ, രാഹുൽ വിജയൻ, ജോബി, മറ്റു ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കർഷകർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി രാജിവെക്കുക, കേരകൃഷി സംരക്ഷണത്തിന് ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതിനും നെൽകർഷകരോട് കർഷകർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുമാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളിലായി ശ്രീനാരായണപുരത്ത് നടന്നുവന്ന മാമ്പഴ മഹോത്സവം സമാപിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനവും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു. റോഡുകളും കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ പണിയാൻ നമ്മളൊക്കെ വികസന പ്രവർത്തനം അത് മാത്രമായിട്ടാണ് കാണുക. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകേണ്ടതാണ് എന്ന ധാരണയിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും ഇവിടെ പറഞ്ഞ 300 പരം
മാമ്പഴ ഇനങ്ങൾ അവിടെയുണ്ട്. പലതിൻ്റെയും പേര് പോലും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാമ്പഴത്തിൻ്റെ പേര് പോലും പഴയ തലമുറയിലെ കുറച്ച് പേർക്കറിയാം, പുതിയ ആളുകൾക്കറിയില്ല. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയാണെങ്കിൽ ഏത് തരം മാമ്പഴവും കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയുള്ള ഒരു നാടുമാണ് നമ്മുടെ കേരളം. അപ്പോൾ കേരളത്തിൻ്റെതല്ലാത്ത ധാരാളം ഇനങ്ങൾ കേരളത്തിൽ മാമ്പഴ വളർത്തലുമായി മാവ് വളർത്തലുമായി ബന്ധപ്പെട്ട അത്തരം പ്രത്യേക ഇനങ്ങളും കടന്നു വന്നിട്ടുണ്ട്. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ഗ്രന്ഥശാല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുസ്താഖ് അലി, കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡയറക്ടർ TP രഘുനാഥ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ KK അബീദ് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അയ്യൂബ്, CC ജയ, നൌഷാദ് P, സെക്രട്ടറി രഹന P ആനന്ദ്, വാർഡ് മെമ്പർമാരായ KR രാജേഷ്, ശീതൾ TS, സെറീന, ടിബിൻ റോബർട്ട്, ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മാവിന്റെ പ്രജനനം എന്ന സെമിനാർ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ക്യൂസ് മത്സരത്തിന്റെ ഉദ്ഘാടനം PM മുഹമ്മദ് സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മോനിഷ് PM, സിനിൽ US എന്നിവർ മോഡറേറ്റർമാരായിരുന്നു. അഴീക്കോട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സും ലഹരി വിരുദ്ധ സന്ദേശവും നടത്തി. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് CA റഷീദ് അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK മുഹമ്മദ്, വാർഡ് മെമ്പർ സുമിത ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരെ ആദരിച്ചു. സലീം അറക്കൽ, ഷിഫാദ് പഴൂസ്, ആസിഫ്, ആഷിഖ് കൈതവളപ്പിൽ, നിഷാദ്, സക്കീർ, മനാഫ് സൗണ്ട്, അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എൽത്തുരുത്ത് സംഗമം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും സാംസ്കാരിക സമ്മേളനവും നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ ഉദ്ഘാടനം ചെയ്തു. KT മധു അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ K സാലിം മുഖ്യാതിഥിയായിരുന്നു. TB സന്തോഷ്, പ്രൊഫസർ ചെന്താമരാക്ഷൻ, പാർവതി സുകുമാരൻ, KA വത്സല സബു, AB സിബിൻ രാജ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 88.39% വിജയം. ഏറ്റവും കൂടുതൽ വിജയം വിജയവാഡയിൽ 99.60%. രണ്ടാമത് തിരുവനന്തപുരം 99.32%. പോക്സോ കേസിൽ അക്യുപങ്ചർ ചികിത്സകൻ അറസ്റ്റിൽ. പുത്തൻവേലിക്കര ചാലാക്ക കോന്നം വീട്ടിൽ സുധീർ ഷാമൻസിനെയാണ് പോക്സോ കേസിൽ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വെള്ളാങ്കല്ലൂർ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.